ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന്റെ മോളൂസേ വേണ്ട, അവളിപ്പോ ഉറങ്ങിയതേ ഉള്ളൂ, ഉണർത്തണ്ട. അല്ല, പെട്ടെന്നെന്താ തനിക്ക് ഇങ്ങനെ തോന്നാൻ? എന്തെങ്കിലും കാരണമില്ലാതെ വരില്ലല്ലോ. അതെ, ഞാനേ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിരിക്കായിരുന്നു. ഇനിയിപ്പോ ബോറടിക്കണ്ടല്ലോ. വേണ്ട, അധികം പുന്നരിക്കാനൊന്നും വരണ്ട. എന്തു പറ്റി? ഞാൻ തന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അതൊക്കെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എടോ, താനിങ്ങനെ പിണങ്ങല്ലേ? സത്യം പറയാലോ, താൻ ഇവിടെ ഇല്ലാത്തതിന്റെ വീർപ്പുണ്ടില്ല എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു കാര്യം എനിക്കിപ്പോഴാ മനസ്സിലായേ, താനില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. ഞാനും താനും നമ്മുടെ കുഞ്ഞുങ്ങളും, ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു ലോകമില്ലെന്ന് എനിക്ക് മനസ്സിലായി. സച്ചേട്ടൻ ഇതൊക്കെ വെറുതെ പറയോ? അല്ലടോ, സത്യ. എന്നോട് കള്ളൊന്നും പറയണ്ട. എന്നിട്ടാണോ ഇന്നലെ രാത്രി ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? ഇന്നലെ രാത്രി സച്ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഫോൺ വിളിച്ചപ്പോ ഉറങ്ങാൻ പോവാന്നല്ലേ പറഞ്ഞത്? എവിടെയായിരുന്നു ഇന്നലെ രാത്രി? എടോ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഫ്രണ്ട് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം. തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. കുറച്ച് ക്രിട്ടിക്കൽ അവന്റെ കണ്ടീഷൻ. ജീവിക്കോ മരിക്കോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ. സത്യത്തില് ഇന്നലെ രാത്രി ഞാൻ അവന്റെ അടുത്തായിരുന്നു. രാത്രി ബ്ലഡ് ആവശ്യം വന്നപ്പോ പോയതാ. എങ്കിൽ പിന്നെ എന്നോട് രാത്രി അവിടെ ആയിരുന്നു എന്ന് പറയാറുന്നല്ലോ. അത് പിന്നെ പറയാൻ പറ്റിയില്ല. സോറി. താൻ എന്നോട് ക്ഷമിക്ക. ഇനി അങ്ങനെ ഉണ്ടാവില്ല. സച്ചിന്റെ ലൈഫിലേക്ക് ഇത്ര പ്രാധാന്യത്തോടെ ഇപ്പൊ കയറി വന്ന ഫ്രണ്ട് ആരാ? എനിക്ക് ആ ഫ്രണ്ടിനെ ഒന്ന് കാണണമല്ലോ. എന്താ അയാളുടെ പേര്? അത് പിന്നെ പ്രദീപ്. പ്രദീപ് പ്രദീപ് പ്രദീപോ? അതെന്ത് പേര്? താൻ എന്നെ സംശയിക്കുന്ന പോലെ ഉണ്ടല്ലോ. എനിക്കൊരു സംശയമില്ല. എന്തായാലും സച്ചിന്റെ ഫ്രണ്ട് മരിക്കാറായിട്ട് കിടക്കല്ലേ, എനിക്കും അദ്ദേഹത്തെ ഒന്ന് കാണണം. ഇന്ന് തന്നെ നമുക്ക് ഒരുമിച്ച് ആ കൂട്ടുകാരനെ കാണാൻ പോയാലോ? അതൊന്നും പറ്റില്ല. വിസിറ്റേഴ്സിനെ ആരെയും അങ്ങോട്ട് അനുവദിക്കുന്നതല്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ആ ഫ്രണ്ടിനെ കണ്ടേ പറ്റൂ. അതിന്റെ ആവശ്യമില്ല. എടോ, താനെന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ? ഇനി ഞാൻ പറഞ്ഞ കള്ളമാണെന്നാണോ താൻ വിശ്വസിക്കുന്നത്? എന്നാ പിന്നെ താൻ അങ്ങനെ തന്നെ വിശ്വസിച്ചോ? സച്ചേട്ടാ,